തേൻ, വിജയകുമാർ ബ്ലാത്തൂർ. ആശയം: വിജയകുമാർ ബ്ലാത്തൂർ രചിച്ച സ്വർഗത്തിലെ കുട്ടികൾ എന്ന പുസ്തകത്തിലെ ഒരു ലേഖനമാണ് തേൻ. 2010 ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ബാൽ എന്ന ടർക്കിഷ് സിനിമയെ ആസ്പദമാക്കിയാണ് ഈ പഠനം തയ്യാറാക്കിയിരിക്കുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഗാധമായ ബന്ധവും ഒരു പിതാവും മകനും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ആത്മബന്ധവുമാണ് ഈ പാഠഭാഗത്തിന്റെ പ്രധാന ആശയം. സെമി കപ്ലനോഗ്ലു സംവിധാനം ചെയ്ത തേൻ എന്ന സിനിമ പ്രകൃതിയുടെ നിശബ്ദമായ സൗന്ദര്യത്തെയും ദൃശ്യസമൃദ്ധിയെയും അതിമനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ചലച്ചിത്രമാണ്. ഈ സിനിമയിലെ ദൃശ്യ സൗന്ദര്യമുള്ള പ്രധാന ഭാഗങ്ങൾ: വനത്തിന്റെ വന്യമായ ദൃശ്യങ്ങൾ. നിഴൽച്ചാർത്തുകൾ നിറഞ്ഞ വന്യനിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ യാക്കൂബ് തന്റെ കുതിരയുമായി അലിഞ്ഞു നടക്കുന്ന ദൃശ്യങ്ങളിലാണ് സിനിമ ആരംഭിക്കുന്നത്. യാക്കൂബ് മരക്കൊമ്പിൽ കയറി തേൻ ശേഖരിക്കാൻ ശ്രമിക്കുന്നതും മരക്കൊമ്പ് അടർന്ന് താഴേക്ക് വീഴുന്നതുമായ ദൃശ്യങ്ങൾ പ്രേക്ഷകന്റെ ഹൃദയമിടിപ്പ് കൂട്ടുന്നവയാണ്. നീലമലകളും ബാല്യകാല സ്വപ്നങ്ങളും. വിക്കുള്ളതുകൊണ്ട് അന്തർമുഖനായ യൂസഫ് സ്കൂളിലെ ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിന് അരികിലിരിക്കുന്നത് വിരഹത്തിന്റെയും പ്രതീക്ഷയുടെയും മനോഹരമായ ഒരു കാഴ്ചയാണ്. അമ്പിളിമാമന്റെ പ്രതിബിംബം. സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം അച്ഛനെ കാത്ത് രാത്രിയിൽ തനിച്ച് വീടിന് വെളിയിലിരിക്കുന്ന യൂസഫിൻ്റെതാണ്. മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണുകിടക്കുന്ന അമ്പിളിമാമന്റെ പ്രതിബിംബം കൈക്കൊമ്പിളിൽ കോരിയെടുക്കാൻ ശ്രമിക്കുന്നതും പിന്നീട് സാധ്യമല്ലെന്ന് കണ്ട് ആ വെള്ളത്തിൽ മുഖം പൂഴ്ത്തുന്നതും യൂസഫിന്റെ നിഷ്കളങ്കതയെയും ബാല്യ കൗതുകങ്ങളെയും അടയാളപ്പെടുത്തുന്ന ദൃശ്യമാണ്. പ്രകൃതിയോട് ഇണങ്ങിയ യാത്രകൾ. മരഞ്ചെരുവിലെ പൂക്കളെയും മരങ്ങളെയും അച്ഛൻ യൂസഫിന് പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങൾ പ്രകൃതിയുടെ പച്ചപ്പും ശാന്തതയും വിളിച്ചോതുന്നു. ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രം പശ്ചാത്തലത്തിലുള്ള ഈ രംഗങ്ങൾ കലർപ്പില്ലാത്ത ശുദ്ധ ദൃശ്യങ്ങളാണ്. ക്ലൈമാക്സ് രംഗം. സിനിമയുടെ അവസാനത്തിൽ ഇരുളും തണുപ്പും പൊതിഞ്ഞ വനത്തിൽ ഒരു മഹാവൃക്ഷത്തിന്റെ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടുകിടന്ന് തളർന്നുറങ്ങുന്ന യൂസഫിന്റെ ദൃശ്യം നൊമ്പരമുണർത്തുന്നതും അതോടൊപ്പം പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ഇടപിരിയാത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്നതുമാണ്. കൃത്രിമ സംഗീതത്തിന്റെ വെച്ചുകെട്ടലുകളില്ലാതെ പ്രകൃതിയുടെ സ്വാഭാവികമായ ശബ്ദങ്ങളും കാഴ്ചകളും ഉപയോഗിച്ച് പ്രേക്ഷകനെ ഭൗതികമായ ഒരു സ്വപ്ന പരിസരത്തെത്തിക്കാൻ ഈ സിനിമയുടെ ദൃശ്യങ്ങൾക്ക് സാധിക്കുന്നു. ഈ സിനിമയിലെ ദൃശ്യങ്ങൾ ഒരു പെയിന്റിംഗ് പോലെയാണ്. ഓരോ ഫ്രെയിമും പ്രകൃതിയുടെ മനോഹാരിതയും മനുഷ്യബന്ധങ്ങളുടെ ആഴവും ഒരുപോലെ വെളിപ്പെടുത്തുന്നു. അടുത്തത് വിഗ്രഹിക്കുക. കാറ്റിളക്കം, കാറ്റിന്റെ ഇളക്കം. കാട്ടുപക്ഷികൾ, കാട്ടിലെ പക്ഷികൾ. കാൽപ്പെരുമാറ്റം, കാലിന്റെ പെരുമാറ്റം. മലഞ്ചെരിവുകൾ, മലയുടെ ചെരിവുകൾ. ഗൃഹപാഠപുസ്തകം, ഗൃഹപാഠത്തിനുള്ള പുസ്തകം. നിഴൽച്ചാർത്തുകൾ, നിഴലുകളുടെ ചാർത്തുകൾ. വന്യനിശബ്ദത, വന്യമായ നിശബ്ദത. തേൻകൂടുകൾ, തേനിനുള്ള കൂടുകൾ. ഇലച്ചാർത്തുകൾ, ഇലകളുടെ ചാർത്തുകൾ. നീലമലകൾ, നീല നിറത്തിലുള്ള മലകൾ. പഠനഭാഗങ്ങൾ, പഠനത്തിനുള്ള ഭാഗങ്ങൾ. പായ്വഞ്ചി, പായുള്ള വഞ്ചി. അടുത്തത് ലഘുവാക്യങ്ങളാക്കുക. ഉദാഹരണം 1. കരടികൾ കട്ടെടുക്കുന്നതിനാൽ വൻമരങ്ങളുടെ മേൽച്ചില്ലകളിലാണ് തേൻകൂടുകൾ സ്ഥാപിക്കുന്നത്. ഇതിനെ ലഘുവാക്യങ്ങളാക്കുമ്പോൾ: 1. കരടികൾ തേൻ കട്ടെടുക്കാറുണ്ട്. 2. അതിനാൽ വൻമരങ്ങളുടെ മേൽച്ചില്ലകളിൽ തേൻകൂടുകൾ സ്ഥാപിക്കുന്നു. ഉദാഹരണം 2. സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫ് അതുകൊണ്ട് തന്നെ ലജ്ജാലുവും അന്തർമുഖനുമാണ്. ലഘുവാക്യങ്ങൾ: 1. യൂസഫിന് സംസാരിക്കുമ്പോൾ വിക്കുണ്ട്. 2. അവൻ ലജ്ജാലുവാണ്. 3. അവനൊരു അന്തർമുഖനാണ്. ഉദാഹരണം 3. ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. ലഘുവാക്യങ്ങൾ: 1. ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരമുണ്ട്. 2. അവിടെ കാട്ടുപക്ഷികളുടെ വിളികളുണ്ട്. 3. ഇവ മാത്രമാണ് സിനിമയുടെ പശ്ചാത്തലത്തിലുള്ളത്. ഉദാഹരണം 4. വൃത്തിയായോ പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ടുവച്ചിരിക്കുന്ന സ്ഫടികപാത്രങ്ങളിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട്. ലഘുവാക്യങ്ങൾ: 1. പാഠം വൃത്തിയായി വായിക്കുന്നവർക്ക് ബാഡ്ജുകൾ നൽകുന്നു. 2. ബാഡ്ജുകൾ ഒരു സ്ഫടിക പാത്രത്തിൽ ഇട്ടുവച്ചിട്ടുണ്ട്. 3. യൂസഫ് ആ പാത്രത്തിലേക്ക് നോക്കിയിരിക്കാറുണ്ട്. ഉദാഹരണം 5. ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിന് അരികിലിരിക്കും. ലഘുവാക്യങ്ങൾ: 1. ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കും. 2. യൂസഫ് ജാലകത്തിന് അരികിലിരിക്കും. 3. അവൻ വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി സ്വപ്നങ്ങൾ കാണും. അടുത്തത് ഒറ്റവാക്യമാക്കുക. 1. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല. പോകുന്നതും വരുന്നതും തനിച്ചാണ്. ഒറ്റവാക്യം: സ്കൂളിൽ കൂട്ടുകാരില്ലാത്ത യൂസഫ് പോകുന്നതും വരുന്നതും തനിച്ചാണ്. 2. സംസാരിക്കുമ്പോൾ യൂസഫിന് വിക്കുണ്ട്. അതുകൊണ്ട് അവൻ ലജ്ജാലുവും അന്തർമുഖനുമാണ്. ഒറ്റവാക്യം: സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫ് ലജ്ജാലുവും അന്തർമുഖനുമാണ്.
3 അച്ഛൻ വഞ്ചി ചെത്തിയൊരുക്കുന്നത് യൂസഫ് കണ്ടു, അവന് ആ വഞ്ചി രൂപം ഇഷ്ടമായി. ഒറ്റവാക്യം അച്ഛൻ വഞ്ചി ചെത്തിയൊരുക്കുന്നത് കണ്ട യൂസഫിന് ആ വഞ്ചി രൂപം ഇഷ്ടമായി. 4 യാക്കൂബ് തേൻ ശേഖരിക്കാൻ ഉൾക്കാട്ടിലേക്ക് പോയി, അയാൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. ഒറ്റവാക്യം തേൻ ശേഖരിക്കാൻ ഉൾക്കാട്ടിലേക്ക് പോയി യാക്കൂബ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. 5 ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരമുണ്ട്, കാട്ടുപക്ഷികളുടെ വിളികളുമുണ്ട്. ഇവ മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. ഒറ്റവാക്യം ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. ഇനി 1 മാർക്കിന്റെ ചോദ്യങ്ങൾ. തേൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം സെമി കപ്ലനോഗ്ലു. 2 തേൻ എന്ന സിനിമയുടെ യഥാർത്ഥ പേര് ടർക്കിഷ് ഭാഷയിൽ ഏതാണ്? ഉത്തരം ബാൽ. 3 ഏത് വർഷത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്? ഉത്തരം 2010. 4 ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഈ സിനിമയ്ക്ക് ലഭിച്ച പുരസ്കാരം ഏതാണ്? ഉത്തരം ഗോൾഡൻ ബെയർ. 5 വിജയകുമാർ ബ്ലാത്തൂരിൻ്റെ ഏത് പുസ്തകത്തിൽ നിന്നാണ് തേൻ എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത്? ഉത്തരം സ്വർഗത്തിലെ കുട്ടികൾ. കഥാപാത്രങ്ങളും പശ്ചാത്തലവും. 6 സിനിമയിലെ പ്രധാന കഥാപാത്രമായ 6 വയസ്സുകാരൻ്റെ പേരെന്താണ്? ഉത്തരം യൂസഫ്. 7 യൂസഫിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? യാക്കൂബ്. 8 യാക്കൂബിൻ്റെ തൊഴിൽ എന്തായിരുന്നു? തേൻ ശേഖരണം. 9 യൂസഫ് ലജ്ജാലുവും അന്തർമുഖനുമാകാൻ കാരണം എന്താണ്? ഉത്തരം സംസാരിക്കുമ്പോഴുള്ള വിക്ക്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1 യൂസഫും അച്ഛനും തമ്മിലുള്ള ആത്മബന്ധം പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുക. ഉത്തരം സംസാരിക്കുമ്പോൾ വിക്കുള്ളതിനാൽ ലജ്ജാലുവും അന്തർമുഖനുമായ യൂസഫിനെ ഈ ലോകത്തിൽ ശരിയായി തിരിച്ചറിഞ്ഞ ഒരേ ഒരു വ്യക്തി അയാളുടെ അച്ഛനായ യാക്കൂബ് മാത്രമാണ്. യൂസഫിൻ്റെ പരിമിതി മനസ്സിലാക്കിയ അച്ഛൻ അവനോട് സംസാരിക്കാൻ മന്ത്രണം പോലെ പതുക്കെ സംസാരിക്കുക എന്ന മാർഗമാണ് അവനെ പഠിപ്പിച്ചത്. ഉൾക്കാട്ടിലെ മരങ്ങളെയും പൂക്കളെയും പക്ഷികളെയും മകന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന അച്ഛൻ മകനെ പ്രകൃതിയോട് ഇണക്കിയാണ് വളർത്തുന്നത്. ഭക്ഷണം കഴിക്കാൻ മടിയുള്ള യൂസഫിനെ അമ്മയുടെ വഴക്കിൽ നിന്ന് രക്ഷിക്കാൻ അവൻ്റെ പാൽ രഹസ്യമായി കുടിച്ചു തീർക്കുന്നതും അച്ഛനാണ്. ഇത്തരത്തിൽ പരസ്പരമുള്ള കരുതലും സ്നേഹവും നിറഞ്ഞ അസാധാരണമായ ഒരു ആത്മബന്ധമാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. 2 തേൻ എന്ന സിനിമയിലെ ശബ്ദ ക്രമീകരണത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഉത്തരം ഈ സിനിമയിൽ കൃത്രിമമായ പശ്ചാത്തല സംഗീതമോ ശബ്ദ ഇഫക്റ്റുകളോ സംവിധായകൻ ഉപയോഗിച്ചിട്ടില്ല. പകരം ഇലച്ചാർത്തുകളിലെ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമാണ് സിനിമയുടെ പശ്ചാത്തലത്തിലുള്ളത്. പ്രകൃതിയുടെ സ്വാഭാവികമായ ഈ ശബ്ദങ്ങൾ സിനിമയെ കൂടുതൽ ജീവസുറ്റതാക്കുകയും പ്രേക്ഷകനെ അതിഭൗതികമായ ഒരു സ്വപ്ന പരിസരത്ത് എത്തിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയെ ഒരു നിശബ്ദ കഥാപാത്രമായി അവതരിപ്പിക്കുന്നതിലും കലർപ്പില്ലാത്ത ശുദ്ധദൃശ്യങ്ങൾ പകർത്തുന്നതിനും ഈ ശബ്ദക്രമീകരണം സഹായിക്കുന്നു. 3 പായ്വഞ്ചി എന്ന കളിപ്പാട്ടവുമായി ബന്ധപ്പെട്ട യൂസഫിൻ്റെ മാനസിക മാറ്റങ്ങൾ വിവരിക്കുക. ഉത്തരം കളിപ്പാട്ടങ്ങൾ ഒന്നുമില്ലാത്ത യൂസഫ് അച്ഛൻ തനിക്കായി ഒരു പായ്വഞ്ചി ചെത്തിയൊരുക്കുന്നത് അതിയായ കൗതുകത്തോടെയും ഇഷ്ടത്തോടെയും നോക്കി നിൽക്കുന്നു. എന്നാൽ ആ വഞ്ചി അച്ഛൻ സുഹൃത്തിൻ്റെ മകന് നൽകിയതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന യൂസഫ് അച്ഛനോട് പിണങ്ങുകയും തൻ്റെ സഹപാഠിയായ ഹംദിയോട് ദേഷ്യം കാണിക്കുകയും ചെയ്യുന്നു. പിന്നീട് അച്ഛൻ്റെ മുറിയിലെ തിരശീലയ്ക്കടിയിൽ നിന്ന് ആ വഞ്ചി കണ്ടെത്തുമ്പോൾ യൂസഫിന് തൻ്റെ തെറ്റിദ്ധാരണയിൽ പശ്ചാത്താപം തോന്നുന്നു. തൻ്റെ തെറ്റിന് പ്രായശ്ചിത്തമായി ആ തോണി ഹംദിയുടെ വീട്ടിലെത്തിച്ച് അവൻ്റെ കിടക്കക്കരികിൽ വെക്കുന്നതിലൂടെ യൂസഫിൻ്റെ നിഷ്കളങ്കതയും കുറ്റബോധവും വ്യക്തമാകുന്നു. 4 സിനിമയുടെ അന്ത്യരംഗം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു? ഉത്തരം സിനിമയുടെ അവസാനം കാണാതായ അച്ഛനെ തേടി വനത്തിലെത്തുന്ന യൂസഫ് ഇരുളും തണുപ്പും നിറഞ്ഞ വനത്തിൽ ഒരു മഹാവൃക്ഷത്തിൻ്റെ വേരുപടർപ്പുകൾക്കിടയിൽ ചുരുണ്ടു കിടന്നുറങ്ങുന്ന ദൃശ്യമാണുള്ളത്. ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്ന പോലെ വൃക്ഷത്തിൻ്റെ വേരുകൾക്കിടയിൽ അഭയം തേടുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇടപിരിയാത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്നു. പ്രകൃതി മനുഷ്യൻ്റെ സംരക്ഷകയാണെന്നും വന്യതയ്ക്കുള്ളിലും ഒരു ശാന്തസ്പർശം നിലനിൽക്കുന്നുണ്ടെന്നും ഈ രംഗം പ്രേക്ഷകനെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വലിയ മരത്തിൻ്റെ തണൽ പോലെയാണ് യൂസഫിന് അവൻ്റെ അച്ഛനും പ്രകൃതിയും. ഒന്ന് അവന് ഭാഷയും സ്നേഹവും നൽകിയപ്പോൾ മറ്റൊന്ന് അവന് അഭയവും ശാന്തിയും നൽകി. തേൻ എന്ന സിനിമയുടെ സിനോപ്സിസ് തയ്യാറാക്കുക. സിനോപ്സിസ്. സിനിമയുടെ പേര് തേൻ. സംവിധായകൻ സെമി കപ്ലനോഗ്ലു. ഭാഷ ടർക്കിഷ്. വർഷം 2010. കഥാസംഗ്രഹം. ഉൾക്കാട്ടിലെ വൻമരങ്ങളിൽ നിന്ന് തേൻ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന യാക്കൂബ്, അയാളുടെ 6 വയസ്സുകാരനായ മകൻ യൂസഫ് എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമയുടെ ഇതിവൃത്തം
വികസിക്കുന്നത്. സംസാരിക്കുമ്പോൾ വിക്കുള്ളതിനാൽ ലജ്ജാലുവും അന്തർമുഖനുമായ യൂസഫിന് ഈ ലോകത്തിൽ തൻ്റെ അച്ഛനുമായി മാത്രമേ ആഴത്തിലുള്ള ബന്ധമുള്ളൂ. സ്കൂളിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ പ്രയാസപ്പെടുന്ന യൂസഫിനെ അച്ഛൻ പതുക്കെ സംസാരിക്കാൻ പഠിപ്പിക്കുകയും വനത്തിലെ മരങ്ങളെയും കിളികളെയും അവന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ വനത്തിൽ തേനീച്ചകൾ അപ്രത്യക്ഷമാവുകയും തേൻ ലഭിക്കാതാവുകയും ചെയ്യുന്നു. ഇതോടെ തേൻ തേടി വിദൂര വനാന്തര ഭാഗങ്ങളിലേക്ക് പോയ യാക്കൂബ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്തുന്നില്ല. അച്ഛൻ്റെ അഭാവം യൂസഫിനെയും അവൻ്റെ അമ്മയെയും വലിയ ഉത്കണ്ഠയിലാഴ്ത്തുന്നു. ഒടുവിൽ അച്ഛനെ അന്വേഷിച്ച് വനത്തിലെത്തുന്ന യൂസഫ് ഒരു മഹാവൃക്ഷത്തിൻ്റെ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടുകൂടി ഉറങ്ങുന്ന ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുന്നു. പ്രത്യേകതകൾ: കൃത്രിമമായ പശ്ചാത്തല സംഗീതമോ ശബ്ദ ഇഫക്റ്റുകളോ ഇല്ലാതെ പ്രകൃതിയുടെ സ്വാഭാവിക ശബ്ദങ്ങളിലൂടെ കഥ പറയുന്ന ഈ ചിത്രം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇടപിരിയാത്ത ബന്ധത്തെ ആവിഷ്കരിക്കുന്നു. പുരസ്കാരം: ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മണ്ണും മനുഷ്യനും ടി പത്മനാഭൻ. ആശയം: ടി പത്മനാഭന്റെ നിങ്ങളെ എനിക്കറിയാം എന്ന കഥാസമാഹാരത്തിലെ ശ്രദ്ധേയമായ ഒരു ചെറുകഥയാണ് മണ്ണും മനുഷ്യനും. മണ്ണും പ്രകൃതിയുമായി മനുഷ്യൻ പുലർത്തേണ്ട ജൈവബന്ധത്തെക്കുറിച്ചും ആധുനിക മനുഷ്യന്റെ ആഡംബരഭ്രമം പ്രകൃതിയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചും ഈ കഥ ഗൗരവമായി ചർച്ച ചെയ്യുന്നു. കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കഥാനായകൻ നഗരത്തിലെ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി പ്രകൃതി രമണീയവും കാടുപോലെയുള്ളതുമായ ഒരു സ്ഥലം വാങ്ങി അവിടെ താമസം തുടങ്ങുന്നു. മരങ്ങളെയും പൂക്കളെയും പ്രകൃതികളെയും സ്നേഹിക്കുന്ന അദ്ദേഹം തികച്ചും ലളിതമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. കഥാകൃത്തിന്റെ അയൽവാസി KU നായർ എന്ന സമ്പന്നനായ വിദേശ മലയാളിയാണ്. അദ്ദേഹം പ്രകൃതിയെ വെറും ഉപഭോഗ വസ്തുവായി കാണുകയും ആഡംബരത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഒരു കൊട്ടാരം പോലുള്ള വലിയ ബംഗ്ലാവ് പണിതുയർത്തുന്നു. തൻ്റെ വീടിന് ചുറ്റും വൃത്തിയും വെളിച്ചവും വേണമെന്ന വാശിയിൽ KU നായർ പറമ്പിലെ വൻമരങ്ങളെല്ലാം വെട്ടിമാറ്റുന്നു. അതിഥികളുടെ കാലിൽ മണ്ണ് പറ്റാതിരിക്കാൻ മുറ്റത്ത് മണ്ണ് കാണാത്ത വിധം ഇന്റർലോക്ക് ടൈലുകളും പിന്നീട് വില കൂടിയ മാർബിളുകളും പാകുന്നു. മനോഹരമായ ഒരു പൊൻചെമ്പക മരം പോലും ഇലകൾ വീണ് മുറ്റം വൃത്തികേടാവുന്നു എന്ന കാരണത്താൽ അദ്ദേഹം മുറിച്ചു നീക്കുന്നു. അമേരിക്കയിൽ പഠിക്കുന്ന തൻ്റെ മക്കളോടും പേരക്കുട്ടികളോടുമൊപ്പം ഈ വലിയ വീട്ടിൽ ശിഷ്ടകാലം സന്തോഷത്തോടെ കഴിയണമെന്നതായിരുന്നു KU നായരുടെ ഏറ്റവും വലിയ മോഹം. എന്നാൽ മക്കൾ അമേരിക്കയിൽ തന്നെ വിവാഹം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് മടങ്ങാൻ ഉദ്ദേശമില്ല, അച്ഛൻ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന മക്കളുടെ കത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്നു. മക്കളുടെ അവഗണനയിൽ മനംനൊന്ത് നിരാശനായ KU നായർ താൻ ഇത്രയും കാലം ആഗ്രഹിച്ചു പണിത വീടും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് ഒരു പ്രഭാതത്തിൽ ആരോടും പറയാതെ എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോകുന്നു. പ്രകൃതിയോട് ഇണങ്ങി ലളിത ജീവിതം നയിക്കുന്ന കഥാകാരൻ സന്തോഷവും സമാധാനവും കണ്ടെത്തുമ്പോൾ പ്രകൃതിയെ അവഗണിച്ച് ഭൗതിക സമ്പത്തിന് പിന്നാലെ പോയ മനുഷ്യൻ ഒടുവിൽ ഏകാന്തതയിലേക്കും ശൂന്യതയിലേക്കും തള്ളപ്പെടുന്ന ദുരന്തമാണ് ഈ കഥ ആവിഷ്കരിക്കുന്നത്. വിഗ്രഹിക്കുക: മലിനീകരണമുക്തം, മലിനീകരണത്തിൽ നിന്ന് മുക്തമായത്. പൊൻചെമ്പകം, പൊൻനിറമുള്ള ചെമ്പകം. ഉന്നത വിദ്യാഭ്യാസം, ഉന്നതമായ വിദ്യാഭ്യാസം. കവിതാ പുസ്തകം, കവിത അടങ്ങുന്ന പുസ്തകം അല്ലെങ്കിൽ കവിതകളുടെ പുസ്തകം. ഇനി ഒറ്റവാക്യമാക്കുക. 1. കഥാകൃത്ത് കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ചു. അദ്ദേഹം പ്രകൃതി രമണീയമായ ഒരു സ്ഥലം വാങ്ങി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ഒറ്റവാക്യം: കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച കഥാകൃത്ത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം വാങ്ങി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. 2. അതിഥികളുടെ കാലിൽ മണ്ണ് പറ്റാൻ KU നായർ ആഗ്രഹിച്ചില്ല. അദ്ദേഹം മുറ്റത്ത് മാർബിളുകളും ടൈലുകളും പാകി. ഒറ്റവാക്യം: അതിഥികളുടെ കാലിൽ മണ്ണ് പറ്റാതിരിക്കാനായി KU നായർ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് മാർബിളുകളും ടൈലുകളും പാകി. 3. സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പും വാരി വിതറുകയായിരുന്നു. അത് നോക്കി കഥാകൃത്തിരുന്നു. ഒറ്റവാക്യം: വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പും വാരി വിതറുന്ന സൂര്യനെ നോക്കി കഥാകൃത്ത് ഇരുന്നു. 4. മക്കൾ അമേരിക്കയിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. ഈ വാർത്ത KU നായരെ വല്ലാതെ തകർത്തു കളഞ്ഞു. ഒറ്റവാക്യം: മക്കൾ അമേരിക്കയിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ച വാർത്ത KU നായരെ വല്ലാതെ തകർത്തു കളഞ്ഞു. 5. തൻ്റെ സ്വപ്നങ്ങൾ തകർന്നു എന്ന് KU നായർ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിപ്പോയി. ഒറ്റവാക്യം: തൻ്റെ സ്വപ്നങ്ങൾ തകർന്നു എന്ന് തിരിച്ചറിഞ്ഞ KU നായർ ആരോടും പറയാതെ എങ്ങോട്ടെന്നില്ലാതെ വീട് വിട്ടിറങ്ങിപ്പോയി. 6.
പൊൻചെമ്പകമരം സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ നൽകിയിരുന്നു. അതിൻ്റെ മനം മയക്കുന്ന സുഗന്ധം കഥാകൃത്തിനെ ഏറെ ആകർഷിച്ചു. ഒറ്റവാക്യം: സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളും മനം മയക്കുന്ന സുഗന്ധവുമുള്ള ആ പൊൻചെമ്പകമരം കഥാകൃത്തിനെ ഏറെ ആകർഷിച്ചിരുന്നു. ഇനി ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 1. കഥാകൃത്ത് കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം താമസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം: നഗരത്തിൻ്റെ ശബ്ദമോ ബഹളമോ ഇല്ലാത്ത പ്രകൃതിരമണീയമായ ഒരു കാട് പോലെയുള്ള പ്രദേശം. 2. കെ.യു. നായർക്ക് തൻ്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ ആഗ്രഹം തോന്നിയതിൻ്റെ കാരണം എന്തായിരുന്നു? ഉത്തരം: കെ.യു. നായർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ആഗ്രഹം. 3. കെ.യു. നായർ പറമ്പിലെ മരങ്ങൾ വെട്ടിമാറ്റിയതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? മരങ്ങൾ സ്ഥലമാകെ ഇരുട്ടും വൃത്തികേടും പരത്തുന്നു എന്നും നല്ല കാറ്റും വെളിച്ചവും വൃത്തിയും വേണം എന്നുമായിരുന്നു കാരണം. 4. കെ.യു. നായർ തൻ്റെ മുറ്റം മാർബിൾ പാകിയതിന് പറഞ്ഞ ന്യായീകരണം എന്തായിരുന്നു? ഉത്തരം: മണ്ണിൽ ചവിട്ടി അതിഥികളുടെ കാലുകൾ വൃത്തികേടാകാതിരിക്കാനും വീടിന് ചുറ്റും വൃത്തി നിലനിർത്താനുമായിരുന്നു. ഇനി 3 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. 1. കെ.യു. നായർ പണിത കൂറ്റൻ ബംഗ്ലാവിനെ കഥാകൃത്ത് എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? അതിലെന്താണ് കവിയുടെ വിമർശനം? ഉത്തരം: കെ.യു. നായർ പണിതത് ഒരു വീടായിരുന്നില്ല, വലിയൊരു ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു വലിയ കൊട്ടാരം തന്നെയായിരുന്നു. എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് എന്ന ചോദ്യത്തിലൂടെ അനാവശ്യമായ ഭൗതിക സമ്പത്തിനോടുള്ള ആസക്തിയെ കഥാകൃത്ത് ചോദ്യം ചെയ്യുന്നു. 2. കഥയുടെ തുടക്കത്തിൽ കഥാകാരൻ സൂര്യനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ആ വർണ്ണനയ്ക്ക് കഥയുമായി എന്ത് ബന്ധമാണുള്ളത്? ഉത്തരം: മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു എന്നും അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോവുകയായിരുന്നു എന്നും കഥാകൃത്ത് വർണ്ണിക്കുന്നു. ഈ വർണ്ണന കെ.യു. നായരുടെ ജീവിതത്തിലെ പ്രതീക്ഷകളുടെ അസ്തമയത്തെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. 3. കെ.യു. നായർക്ക് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം എന്തായിരുന്നു? അത് തകർന്നതെങ്ങനെ? ഉത്തരം: വയസ്സാകുമ്പോൾ മക്കളോടും അവരുടെ കുടുംബത്തോടുമൊപ്പം താൻ കഷ്ടപ്പെട്ട് പണിത വലിയ ബംഗ്ലാവിൽ സന്തോഷത്തോടെ താമസിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മോഹം. മക്കൾ അമേരിക്കയിൽ തന്നെ വിവാഹം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചതോടെ ഈ സ്വപ്നം തകർന്നു. 4. കഥാകൃത്ത് കെ.യു. നായരെ രാക്ഷസൻ എന്ന് മനസ്സിൽ വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? ഉത്തരം: കെ.യു. നായർ തൻ്റെ പറമ്പിലെ പൊൻചെമ്പകമരത്തിൻ്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റി മുകൾ ഭാഗം മാത്രം നിലനിർത്തിയപ്പോഴാണ് ഇലകളും പൂക്കളും കൊഴിയുന്നത് വൃത്തികേടാകുമെന്നായിരുന്നു കെ.യു. നായരുടെ ന്യായീകരണം. 5. കഥാകൃത്ത് താൻ ലളിതമായി ജീവിക്കുന്നതിൻ്റെ ഉദാഹരണമായി നൽകിയിട്ടുള്ള ആഹാര രീതി എങ്ങനെയായിരുന്നു? ഉത്തരം: അദ്ദേഹം ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്ത് ബാപ്പടല അരിയുടെ ചോറും കുഞ്ഞിക്കണ്ണൻ അയച്ച കടുമാങ്ങ അച്ചാറും ചെറുപയർ പുഴുക്കും കഴിച്ചിരുന്നു. ഇത് ലളിതവും പ്രകൃതിക്ക് ഇണങ്ങുന്നതുമായ ജീവിതശൈലിയെ സൂചിപ്പിക്കുന്നു. 6. എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല. ഈ വാക്യം നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത വിശകലനം ചെയ്യുക. ഉത്തരം: ഈ പ്രയോഗം സാധാരണ നിഷേധാത്മക അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് അതിശയോക്തിയിലൂടെ ഒരു കാര്യം എത്രത്തോളം ആവർത്തിച്ചു അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് എടുത്തു കാണിക്കാനാണ് ഈ ശൈലി. അതായത് കഥാകൃത്ത് എത്രയോ തവണ ആ മരത്തെയും പൂക്കളെയും നോക്കി അവിടെ നിന്നിട്ടുണ്ട്. വാക്യത്തിൻ്റെ അന്ത്യത്തിലുള്ള ആശ്ചര്യചിഹ്നം കഥാകൃത്തിൻ്റെ അളവറ്റ സ്നേഹവും വൈകാരിക തീവ്രതയും വെളിപ്പെടുത്തുന്നു. 7. ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിന് നൽകുന്ന സവിശേഷാർത്ഥം എന്ത്? ഉത്തരം: ഈ ശൈലി സന്ദർഭത്തിന് നൽകുന്നത് അതിഗാഠമായ നിദ്ര എന്ന അർത്ഥമാണ്. മരിച്ച വ്യക്തിക്ക് യാതൊരു ചിന്തകളോ ഉത്കണ്ഠയോ ഇല്ലാത്തതുപോലെ കഥാകൃത്തിന് യാതൊരു മാനസിക അലട്ടലുകളും ഇല്ലാതെ വളരെ ശാന്തമായും സമാധാനപരമായും ഉറങ്ങാൻ കഴിഞ്ഞു. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതിലൂടെ കഥാകൃത്ത് നേടിയ മാനസിക സംതൃപ്തിയാണ് ഈ ശൈലിയിലൂടെ വ്യക്തമാക്കുന്നത്. വിശകലനമാണിനി. 1. കെ.യു. നായരുടെ ജീവിത വീക്ഷണവും ആധുനിക സമൂഹത്തിൻ്റെ വൃത്തി സങ്കല്പവും തമ്മിലുള്ള ബന്ധം എങ്ങനെ? ഉത്തരം: കെ.യു. നായരുടെ കാഴ്ചപ്പാടുകൾ ആധുനിക സമൂഹത്തിലെ ചിലരുടെ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹം ഇലകളും പൂക്കളും കൊഴിയുന്നത് വൃത്തികേടാകുമെന്ന് പറഞ്ഞ് മരങ്ങൾ വെട്ടിമാറ്റുന്നു. വീടിന് ചുറ്റും മണ്ണ് പോലും കാണാത്ത വിധം ടൈൽസും മാർബിളും പാകുന്നത് മണ്ണുമായി നേരിട്ടുള്ള ബന്ധം ഇല്ലാതാക്കുകയും പ്രകൃതിയെ കേവലം വൃത്തിയുടെയും സൗകര്യത്തിൻ്റെയും മാനദണ്ഡങ്ങൾ വെച്ച് മാത്രം കാണുന്ന മനോഭാവത്തെ കാണിക്കുന്നു.
പ്രകൃതിയെ ഒരു ശല്യമായി കാണുന്ന ഉപഭോഗാസക്തിയാണ് ഈ മനോഭാവത്തിലുള്ളത്. 2. കഥാകൃത്തും കെ.യു. നായരും തമ്മിലുള്ള മമതയെക്കുറിച്ച് കഥാകൃത്ത് പറയുന്നത് എന്തുകൊണ്ട്? സാധാരണയായി കെ.യു. നായർ ആരോടും അടുത്ത് പെരുമാറാത്ത ഒരാളായിരുന്നു. എന്നിട്ടും കഥാകൃത്തിനോട് ഒരു പ്രത്യേക അടുപ്പവും വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഈ അടുപ്പത്തിൻ്റെ ബലത്തിലാണ് കെ.യു. നായർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും സംസാരിക്കാൻ കഥാകൃത്ത് തുനിഞ്ഞത്. ഇനി 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 1. മണ്ണും മനുഷ്യനും എന്ന കഥയിലെ കഥാനായകൻ്റെയും കെ.യു. നായരുടെയും പ്രകൃതിയോടുള്ള സമീപനങ്ങൾ താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യുക. ആരുടെ ജീവിത വീക്ഷണമാണ് കൂടുതൽ അഭികാമ്യം? എന്തുകൊണ്ട്? ഉത്തരം: കഥാകൃത്ത് പ്രകൃതി സ്നേഹിയാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ശാന്തവും ലളിതവുമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കഥാകൃത്ത്. മരങ്ങളെയും പൂക്കളെയും അദ്ദേഹം സ്നേഹിക്കുന്നു. വൃക്ഷത്തലപ്പുകളിലൂടെ മറയുന്ന സൂര്യനെ നോക്കി സന്തോഷം കണ്ടെത്തുന്ന അദ്ദേഹം ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്ത ഭക്ഷണം കഴിച്ച് മാനസിക സംതൃപ്തിയോടെ ജീവിക്കുന്നു. ഇനി കെ.യു. നായർ ഭൗതികവാദിയാണ്. ഇദ്ദേഹം ആഡംബരത്തിനും സമ്പത്തിനും മാത്രം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ്. പ്രകൃതിയെ ഒരു ഉപഭോഗ വസ്തുവായി കാണുകയും വൃത്തിയുടെ പേരിൽ മരങ്ങളെ വെട്ടിമാറ്റുകയും മണ്ണ് പോലും കാണാത്ത രീതിയിൽ മാർബിൾ പാകുകയും ചെയ്യുന്നു. ഇനി താരതമ്യം അല്ലെങ്കിൽ അഭികാമ്യമായത് ആരുടെ പ്രവൃത്തിയാണ്? കെ.യു. നായരുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം സുസ്ഥിര വികസനത്തിന് വിരുദ്ധമാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന കഥാകൃത്ത് സമാധാനം കണ്ടെത്തുമ്പോൾ ഭൗതിക സമ്പത്തിനായി ഓടിയ കെ.യു. നായർ ഒടുവിൽ നിരാശനും ഏകാഗിയുമായി മാറുന്നു. അതിനാൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കഥാകൃത്തിൻ്റെ ജീവിത വീക്ഷണമാണ് കൂടുതൽ അഭികാമ്യം. 2. എ.പി.ജെ. അബ്ദുൽ കലാമിൻ്റെ സുസ്ഥിര വികസനം എന്ന ആശയം മണ്ണും മനുഷ്യനും എന്ന കഥയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കെ.യു. നായരുടെ ജീവിതം ഈ ആശയത്തിന് വിരുദ്ധമാകുന്നത് എങ്ങനെ? സുസ്ഥിര വികസനവും അബ്ദുൽ കലാമിൻ്റെ കാഴ്ചപ്പാടും. നിലവിലെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത വികസന രീതിയാണിത്. സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, പാരിസ്ഥിതിക സംരക്ഷണം എന്നീ 3 ഘടകങ്ങളെ ഇത് ഒരുമിപ്പിക്കുന്നു. എ.പി.ജെ. അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ പ്രകാരം മാലിന്യരഹിതവും പച്ചപ്പ് നിറഞ്ഞതുമായ പരിസ്ഥിതി നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് സുസ്ഥിര വികസനം. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഇത്തരം വികസനം മാത്രമേ ശാശ്വതമാവുകയുള്ളൂ. കഥയുമായുള്ള ബന്ധം. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കഥാകൃത്തും പ്രകൃതിയെ വെറും ഉപഭോഗ വസ്തുവായി കണ്ട് നശിപ്പിക്കുന്ന കെ.യു. നായരും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലൂടെ ഈ കഥ സുസ്ഥിര വികസനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങിയ ലളിത ജീവിതമാണ് യഥാർത്ഥ സന്തോഷം നൽകുന്നതെന്ന് കഥാകൃത്തിൻ്റെ ജീവിതം കാണിച്ചു തരുന്നു. കെ.യു. നായരുടെ ജീവിതം ഈ ആശയത്തിന് വിരുദ്ധമാകുന്നത് എങ്ങനെ? പ്രകൃതി നശീകരണം. തൻ്റെ ബംഗ്ലാവിന് ചുറ്റും നല്ല കാറ്റും വെളിച്ചം ലഭിക്കാനായി കെ.യു. നായർ പറമ്പിലെ വൻമരങ്ങളെല്ലാം വെട്ടിമാറ്റുന്നു. ഇലകളും പൂക്കളും കൊഴിഞ്ഞ് മുറ്റം വൃത്തികേടാവുന്നു എന്ന കാരണത്താൽ അദ്ദേഹം മനോഹരമായ പൊൻചെമ്പക മരം പോലും വെട്ടി നശിപ്പിച്ചു. മണ്ണിൽ നിന്നുള്ള അകലം. അതിഥികളുടെ കാലിൽ മണ്ണ് പറ്റാതിരിക്കാൻ മുറ്റത്ത് മണ്ണ് കാണാത്ത വിധം ഇന്റർലോക്ക് ടൈലുകളും പിന്നീട് വില കൂടിയ മാർബിളും അദ്ദേഹം പാകുന്നു. ഇത് പ്രകൃതിയുടെ തനിമയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനമാണ്. ഭൗതികവാദം. പ്രകൃതിയുടെ പ്രാധാന്യമോ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയോ പരിഗണിക്കാതെ ആഡംബരത്തിനും സ്വന്തം സൗകര്യങ്ങൾക്കും മാത്രം മുൻഗണന